ടൺ ടടായ്! ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ്. നമുക്ക് എല്ലാവരും റെഡി ആയി നോക്കാമല്ലോ. കുഞ്ഞ ഹായ് പറ. ബസ്സിൽ ഇപ്പോൾ രാവിലെ പോകുന്ന കൊണ്ട് തണുപ്പ് ഇങ്ങനെയുള്ളതുകൊണ്ട് സ്വട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് അത് കഴിച്ചു മാറ്റാം. ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. അനിയേട്ടാ ഒരു ഹായ് പറ. അനിയേട്ടാ അനിയേട്ടാ ഹായ്. അപ്പൊ നമുക്ക് ഇനി അടുത്തിന് 9:15 ബസ്. നമുക്ക് ഇനി ഒരു 8-8:15 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ സമയത്തിന് അവിടെ എത്തും. അവിടെ എത്തിയിട്ട് അമ്മ നമ്മളെ കൂടെ ഉണ്ടെന്ന് കേട്ടോ. അപ്പൊ അമ്മ ടൗണിൽ നമുക്ക് കാത്ത് നിൽക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഷേടാ, അവസാനം വരെ ഇത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കണത്? ഇപ്പം ഞാൻ പറയാട്ടോ, നമ്മൾ ഈ പോണത് തിരുനെല്ലി അമ്പലത്തിലോട്ടാണ് പോണത്. ഞാനും ഏട്ടനും പിള്ളേരും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഒരു 5 മിനിറ്റ് കാത്തു നിന്ന ശേഷമാണ് ബസ് വന്നിട്ടോ. പ്രൈവറ്റ് ബസ്സാണ്. ഈ ബസ്സാണ് നമുക്ക് പോകേണ്ട ബസ്. തിരുനെല്ലി അമ്പലത്തിലോട്ടുള്ള ബസ്സാണ്. കറക്റ്റ് നമുക്ക് ആ പ്ലേസ് തന്നെ കൊണ്ട് ഇറക്കി തരും. ഞാനും ഏട്ടനും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, എന്നാലും ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോണത്. ഞാൻ എന്തോ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോഴായിട്ടാണ് ഞാൻ മലയ്ക്ക് മാല ഇട്ടപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ ചെറുതായിട്ടുണ്ട്. എന്നാലും ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയല്ലേ. നമ്മൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്ന അവിടുത്തെ ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാറുണ്ട്. അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ. എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമായി കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി. അത് വേറെ കാര്യം. ഈ പോകുന്ന വഴിക്ക് മാനും മയിലും ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു അമ്പലത്തിലേക്ക് ഇവിടെ നിന്ന് മാത്രമല്ല കേട്ടോ, മിക്ക സ്ഥലങ്ങളിലും എല്ലാവരും വരാറുണ്ട്. അപ്പം ഇതാണ് നമ്മൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകേണ്ട വഴി. ഇവിടെ നിന്ന് ബസ് ഇറക്കി വിടും. ചില ബസ്സുകൾ മേലെ വരെ പോകും, ചില ബസ്സുകൾ നമുക്ക് താഴെ തന്നെ ഇറക്കി വിടും. അപ്പം നമുക്ക് മെല്ലെ മേലോട്ട് നടന്ന് പോകാം കേട്ടോ. സൈഡിൽ നിന്ന് കണ്ടില്ലേ എത്രയോ വണ്ടികളെന്നറിയോ. അങ്ങോട്ടേക്ക് പ്രത്യേക ബസ് സർവീസ് തന്നെ ഉണ്ട് കേട്ടോ. കാരണം യഥാസമയം ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ ട്രാവലറൊക്കെ ഉണ്ട്. ഇതൊക്കെ ദൂരേന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ക്ഷേത്രം. കാലം മാറുന്നതിനനുസരിച്ച് ഓരോ മേഖലകളിലും അതിൻ്റേതായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഞാൻ ഈ ചെറുപ്പത്തിൽ വന്ന സമയത്ത് ഉണ്ടായ പോലെയല്ല, എന്നാലും കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. കാലം ഇനി മുന്നോട്ട് പോകും തോറും ഇനി പല മാറ്റങ്ങളും ഓരോ മേഖലകളിലും വരാനും ഉണ്ട്. എപ്പോഴും നല്ല തിരക്ക് തന്നെയായിരിക്കും ഈ ക്ഷേത്രത്തിൽ. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. ഇതിപ്പം അകത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ പുറമേ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചുറ്റും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. ഇതിന് താഴേക്കാണ് ഈ കണ്ടില്ലേ ഈ പാറക്കല്ല് എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യത്തിൽ പറയുന്നത്. നമുക്ക് എല്ലാം പറയണ പോലെ പറയാൻ പറ്റുള്ളൂ. ഇതിന് കുറച്ച് ഡീറ്റെയിൽ എനിക്ക് അത്ര അറിയില്ല. എന്നാലും എനിക്കറിയണ പോലെ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തിരുനെല്ലി ക്ഷേത്രത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ തൃശ്ശിലേരി അമ്പലത്തിൽ പോകണം എന്നാണ് എല്ലാവരും പറയാറ് കേട്ടോ. കാരണം ഈ തിരുനെല്ലി അമ്പലത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഈ പറഞ്ഞ തൃശ്ശിലേരി അമ്പലത്തിൽ നിന്നാണ് തുടങ്ങണത് കേട്ടോ. ആ തൃശ്ശിലേരി അമ്പലം നമ്മുടെ വീടിനടുത്താണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ പോലും വേണ്ട, എന്നാലും അത്ര ദൂരം തന്നെയുള്ളൂ. നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. ഈ കഴിഞ്ഞ മാസത്തെ കെട്ടുന്നറിയും ആ അമ്പലത്തിൽ തന്നെയായിരുന്നു. ഞാൻ ആ അമ്പലത്തിനെ കുറിച്ചൊരു വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടവരൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പം നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ശിവൻ്റെ കാൽപാദമെല്ലാം കണ്ട് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. കാടിനുള്ളിലേക്ക് കുറച്ചും കൂടെ നീങ്ങിപ്പോയാൽ അവിടെ ഒരു ചെറിയൊരു ഗുഹാക്ഷേത്രമുണ്ട്. ഈ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ കൂടെ പോയാൽ അത് വേറൊരു സ്ഥലത്ത് എത്തുന്നതാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അത് നമ്മളിങ്ങനെ ഇരുന്ന് അതിനുള്ളിലേക്ക് നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. ഇരുന്ന പാടെ പെട്ടെന്ന് കാണില്ല. സൂക്ഷ്മതയോടെ നല്ലോണം നോക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ കുറച്ച് അങ്ങ് പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. അതാണ് അമ്മ പറയുന്നുണ്ടായിരുന്നത്. കണ്ടില്ലേ അമ്മ പറയുമായിരുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിനൊരു ചെറിയൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. അവിടെ കല്ല് പെറുക്കി വെക്കാൻ പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കുറേ പേര് എഴുതി. ഇപ്പം നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞാൻ ആ ഒരു കാര്യം ചെയ്ത് നോക്കാം. ഇതിനിപ്പം മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ഇങ്ങനെ കല്ല് പെറുക്കി മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടക്കും. ഓരോ അമ്പലത്തിലും ഓരോരോ വിശ്വാസങ്ങളുണ്ടല്ലോ. അതുപോലെ ഞാൻ അവിടെ പോയപ്പോൾ ഞാനും ഒന്ന് പയറ്റി നോക്കാം. അപ്പോൾ പോണവരൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുക. കണ്ടില്ല അവിടുത്തെ ഒരു ഭൂപ്രകൃതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത് നോക്കുക എന്ത് രസമാണെന്നറിയോ. എനിക്കത് കണ്ടിട്ട് എനിക്ക് എന്താ പറയുക, വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടെ പ്രത്യേകത തോന്നുന്നു. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്ര അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും വീഡിയോസിൽ നോക്കുമ്പോൾ എനിക്ക് വയ്യ. ആകാശത്തിൻ്റെ ആ നീലയും പച്ചയാർന്ന ഒരു പ്രകൃതിയും ഒക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കണ്ടില്ലേ എത്ര പേരെ പെറുക്കി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ. അരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലേ. അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറയുന്ന പോലെ. അപ്പോൾ കണ്ടില്ലേ കുറേ പേര് ചെയ്തിട്ടുണ്ട്.
അപ്പം ഞാനും അതുപോലെ ചെയ്ത് നോക്കി ഗൈസ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പം നമ്മളിവിടെ തൊഴുത് കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും യഥാസമയം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ചുറ്റും ആനക്കാടൊക്കെയാണ്. ആനയും മറ്റു വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. യഥാസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ പോണത് ബലിതർപ്പണം നടത്തില്ലേ, മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകണം കേട്ടോ. ആദ്യം നമ്മൾ അങ്ങോട്ട് പോയി രണ്ടാമത് ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ഈ വഴി കുറച്ച് മുന്നിട്ട് കയറി പോകണം കേട്ടോ. നമുക്ക് എന്താ പറയുക, ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം കടന്ന് പോകണ പോലെ തോന്നും. പക്ഷേ എപ്പോഴെപ്പോഴും വന്ന ചിലർക്ക് ഇത്ര ദൂരം ഉള്ളതുകൊണ്ട് പോകും. നമ്മളിപ്പം ചെറുപ്പത്തിൽ ഞാൻ പോയത് കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം 1-2 കൊല്ലമല്ല, ഇത് 10-15 കൊല്ലത്തിനും കൂടുതലായി ഞാൻ വന്നിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വേറെയും ഉണ്ട്. കണ്ടില്ലേ, ഫുള്ളും കല്ലാണ് കേട്ടോ. കല്ലോട് കല്ലാണ്, അങ്ങ് എത്തണ വരെ കല്ലാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വേണ്ടവർക്ക് പോവാം, അല്ലെങ്കിൽ വേണ്ട. ആദ്യമായിട്ട് പോണവർക്ക് ഇത് അവിടെ എന്താണ് എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പോകും. പക്ഷേ വേണ്ടവർക്ക് പോയാൽ മതി കേട്ടോ. ഈ ബലിതർപ്പണം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പോയാൽ മതി. അങ്ങ് ദൂരേന്ന് കുറേ പേര് വരാറുണ്ട് കേട്ടോ. കുറേ നമ്മുടെ ചുറ്റോടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെവിടെയാണ് വെച്ചാൽ എല്ലാവരും പറയുന്ന സ്ഥലം മുഴുവൻ ദൂരെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കരിങ്കൽപ്പാത്തി. ഇതിനും കുറച്ച് കാര്യം ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ വരുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒരു ഐതിഹ്യത്തിലൊരു കഥയുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് കറക്റ്റ് പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം കറക്റ്റ് ഒരു 12 മണി 11:45 ആവായിട്ടോ. ആ സമയത്തോളം ഇവിടെ ഭക്ഷണത്തിനുള്ള ടോക്കൺ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, കഴിച്ചിട്ട് പോകുന്നിട്ട് ഞാൻ ടോക്കൺ വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ ഗൈസ്. എന്തായാലും എനിക്ക് ഈ ഒരു യാത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ വന്നത് എനിക്ക് വളരെയധികം സന്തോഷം തന്ന കാര്യമാണ് കേട്ടോ. കാരണം ഓർക്കാപ്പുറത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ല. അപ്പം താല്പര്യമുള്ളവരൊന്ന് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ വരെ ബൈ കേട്ടോ.